നമസ്കാരം. ചാർലി കിർക്കിൻ്റെ ഘാതകനോട് ക്ഷമിച്ചതായി കിർക്കിൻ്റെ ഭാര്യ എറീക്ക. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിനിടയിലാണ് അവർ ഇക്കാര്യം വ്യക്തമാക്കിയത്. കണ്ണീരണിഞ്ഞുകൊണ്ടാണ് എറീക്ക തൻ്റെ ഓരോ വാക്കും പൂർത്തിയാക്കിയത്. 10,000-കണക്കിന് ആളുകളാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി സ്റ്റേഡിയത്തിൽ തിങ്ങിക്കൂടിയിരുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ മടങ്ങേണ്ടിയും വന്നിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ശതകോടീശ്വരൻ ഇലോൺ മസ്ക്, അതുപോലെ അമേരിക്കൻ സർക്കാരിലെ പ്രമുഖരായ വ്യക്തികളെല്ലാവരും തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. കിർക്കിൻ്റെ ഘാതകൻ റോബിൻസണിനോട് താൻ ക്ഷമിക്കുന്നതായി എറീക്ക പ്രഖ്യാപിച്ചു. റോബിൻസനെ പോലെയുള്ള നിരവധി ചെറുപ്പക്കാരെ നേരായ വഴിയിൽ നടത്തുന്നതിന് വേണ്ടിയാണ് കിർക്ക് എല്ലാ കാലവും ശ്രമിച്ചിരുന്നത് എന്ന കാര്യം അവർ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ഒരുപക്ഷെ അദ്ദേഹം നേരത്തെ തന്നെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായാലും മരിക്കാൻ തയ്യാറെടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം നിരന്തരമായി കിർക്ക് ഭീഷണികൾ നേരിട്ടിരുന്നു. ചടങ്ങിൽ പങ്കെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കിർക്കിൻ്റെ സേവനങ്ങളെ അങ്ങേയറ്റം ശ്ലാഘിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. രണ്ടാം തവണയും തനിക്ക് വീണ്ടും പ്രസിഡൻ്റാകാൻ ഏറെ സഹായകരമായത് കിർക്കിൻ്റെ നിർദ്ദേശങ്ങളായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. മാത്രവുമല്ല, തനിക്ക് എപ്പോഴെല്ലാം പ്രതിസന്ധികൾ ഉണ്ടാകുന്നോ അപ്പോഴെല്ലാം തന്നെ കൃത്യമായി കിർക്ക് ഇടപെടുകയും എങ്ങനെയാണ് ഈ പ്രതിസന്ധി തരണം ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ തനിക്ക് സമയോചിതമായ രീതിയിൽ തന്നെ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ തനിക്ക് പരിചയപ്പെടുത്തി തന്നത് കിർക്കായിരുന്നു എന്നും അതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച പ്രായോഗിക ബുദ്ധിയുടെ ഒരു സൂചനയായി കണക്കാക്കാം എന്നുമാണ് ട്രംപ് പറഞ്ഞത്. എറീക്കയുടെ വാക്കുകളെ സദസ്സ് കണ്ണീരോടെയാണ് സ്വീകരിച്ചത്. അവരിൽ പലരും എറീക്കയോട് ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തിരുന്നു. വളരെ വികാരപരമായ ഒരു ചടങ്ങ് തന്നെയാണ് അവിടെ നടന്നത്. പലതവണ കരഞ്ഞു എങ്കിൽ പോലും എറീക്ക വളരെ ധീരയായ ഒരു പോരാളിയായിട്ട് തന്നെയാണ് അവിടെ തൻ്റെ പ്രസംഗം പൂർത്തിയാക്കിയത്. കിർക്കിന് പൂർത്തിയാക്കാൻ കഴിയാതെ പോയതായി ഒന്നുമില്ല എന്നാണ് താൻ കരുതുന്നത് എന്നും എങ്കിലും കിർക്ക് തുടർന്നിരുന്ന പ്രവൃത്തികളൊക്കെ തന്നെ താൻ അതിശക്തമായ രീതിയിൽ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്നുമാണ് എറീക്ക പ്രഖ്യാപിച്ചത്. ഈ ചടങ്ങിൽ ശതകോടീശ്വരനായി ഇലോൺ മസ്കും പങ്കെടുക്കാനായി എത്തിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും തമ്മിൽ മാസങ്ങളായി നീണ്ടു നിന്നിരുന്ന പണക്കത്തിനിടയിലാണ്, രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരാട്ടം തുടരുന്നതിനിടയിലാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി ഇലോൺ മസ്ക് എത്തിച്ചേർന്നിരുന്നത്. ഇരുവരും വലിയ വിരോധമൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല എങ്കിലും ഈ ചടങ്ങ് അങ്ങേറ്റം വികാരഭരിതമായ ഒരു അന്തരീക്ഷത്തിലാണ് നടന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇരുവരും തമ്മിലുള്ള ആ സൗഹൃദത്തെക്കുറിച്ചോ പണക്കത്തെക്കുറിച്ചോ ഒന്നും തന്നെ ആരും പരാമർശിക്കുകയോ അത് കണ്ടതായി ഭാവിക്കുകയോ ചെയ്തിരുന്നില്ല. ഏതായാലും എറീക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ജനത ഒന്നടങ്കം അവർക്ക് പിന്നിൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയായിരുന്നു ഈ ചടങ്ങ്. ഏതാണ്ട് 60,000-ഓളം പേർ ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. സാധാരണഗതിയിൽ അമേരിക്കയിലൊന്നും ഒരു അമേരിക്കയിലെ ഭരണാധികാരിയൊന്നും അല്ലാത്ത സാമൂഹ്യ പ്രവർത്തകനായ, പ്രഭാഷകനായ, മാധ്യമപ്രവർത്തകനായ ഒരാൾ മരിക്കുമ്പോൾ ഇത്രയും ആൾക്കൂട്ടം വരിക എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെയാണ് ഈ കിർക്കിൻ്റെ നിര്യാണത്തോടു കൂടി ഉണ്ടായിരിക്കുന്നത്. തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എറീക്ക തൻ്റെ അടുത്തേക്ക് വിളിച്ച് അവരെ ആലിംഗനം ചെയ്ത് ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ട്രംപ് തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ചടങ്ങിൽ പങ്കെടുത്ത ആളുകൾ എറീക്കയുടെയും ട്രംപിൻ്റെയും ഓരോ വാക്കുകൾക്കും കരഘോഷം മുഴക്കിയാണ് അവർക്കുള്ള പിന്തുണ അറിയിച്ചത്.